ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോൻ്റെ പാർട്ട് 2 ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാർട്ട് 1 ചെയ്തിട്ട് ലാഗ് ആയപ്പോൾ ഞാൻ തന്നെയാണ് പാർട്ട് 2 ചെയ്യാമെന്ന് വിചാരിച്ചത്. വീഡിയോസ് ഒരുപാട് ലെങ്തി ആയാൽ കാണുന്നവർക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പാർട്ട് 2 ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാർട്ട് 1 കാണിച്ച പോലെ തന്നെ 4 ഡ്രസ്സ് തന്നെയാണ് ഈ വീഡിയോയിലും കാണിക്കാൻ പോകുന്നത്. പക്ഷേ പാർട്ട് 1 അണ്ടർ നീ ലെങ്ത് ആയിരുന്നു ഞാൻ കാണിച്ചിരുന്നത്. പക്ഷെ ഇത് അണ്ടർ നീ ലെങ്ത് മാത്രമല്ല, ലെങ്ത് ഉള്ള ടോപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അനാർക്കലി അങ്ങനെയുള്ള ടോപ്പുകൾ, പാകിസ്ഥാനി ടോപ്പ് അങ്ങനത്തെ ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓക്കെ, ഈ ഒരു ഡ്രസ്സ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു പാകിസ്ഥാനി വിയർ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഫോട്ടോ ഞാൻ വിചാരിച്ച ഡ്രസ്സ് തന്നെയാണോ നോക്കട്ടെ. ഇതാണ് കേട്ടോ. സൂപ്പർ ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആണ്. സ്ലീവ് ഒക്കെ വന്നിട്ട് നല്ല സ്റ്റാൻഡേർഡിൽ വന്നിട്ടുള്ളത്. ഇത് കാണുന്നതൊക്കെ എംബ്രോയിഡറി ആണ് കേട്ടോ. ഈ സ്ലീവിൻ്റെ അറ്റത്ത് വന്നതും പിന്നെ ഈ നെക്ക് പോർഷനിൽ വന്നതൊക്കെ. പിന്നെ ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ അതൊരു ബ്ലാക്ക് ആണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നേവി ബ്ലൂ ആ ഒരു ടച്ചാണ് വന്നിട്ടുള്ളത്. പക്ഷെ ബ്ലാക്കും നേവി ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ മെറ്റീരിയലിൻ്റെ കാര്യമാണെങ്കിൽ ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഫുൾ ലുക്കിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ ഇത് ഷോർട്ട് ടോപ്പ് ആണെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷേ ലെങ്ത് ഉള്ളതുകൊണ്ടും ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് ലൂസ് ബാഗി ജീൻസൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നവർക്കൊക്കെ ഇത് പക്ക സെലക്ട് ചെയ്തിട്ട് മേടിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ പ്രൈസ് 487 രൂപയാണ്. 500 താഴെ ആയിട്ട് വരും. 500 താഴെ ആയിട്ടുള്ള പ്രൈസിന് വേർത്ത് ആയിട്ടുള്ള സാധനം തന്നെയാണ് കേട്ടോ. കാരണം അത്രയും അടിപൊളിയാണ് സംഭവം. ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഈ നെക്കിൻ്റെ ഇവിടെ ഒരു വി കട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൂടി അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടി ലൂസിൽ ഇടാവുന്ന ഒരു ടൈപ്പ് ടോപ്പ്. ഇത് പാകിസ്ഥാനി ടോപ്പാണ് കേട്ടോ. വിത്ത് എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പാകിസ്ഥാനി ടോപ്പ്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് സ്മോൾ തൊട്ടിട്ട് XXL വരെയാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ ആണ്. പക്ഷെ ഇത് ലൂസിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലൂസ് ഫിറ്റിൽ ഇഷ്ടമുള്ളവർക്ക് ഇടാൻ വേണ്ടിയിട്ടായിരിക്കും അത് അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ മെറ്റീരിയൽ ആണ്. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച് കോട്ടൺ ആണെന്നാണ്, പക്ഷെ കോട്ടൺ അല്ല കേട്ടോ. പിന്നെ ഇതിന്റെ സ്ലീവ് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ എൻഡ് പോർഷനിൽ ലൂസായിട്ടും ബാക്കിയുള്ളവരടുത്ത് ടൈറ്റ് ആക്കിയിട്ടും അങ്ങനെയുള്ളൊരു സ്ലീവ് ആയിട്ടാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിൽ മൊത്തത്തിൽ സ്ലീവ് ലൂസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഷേപ്പ് ചെയ്യാത്തത് ഇങ്ങനെ തന്നെ ഇടുന്നതായിരിക്കണം മേ ബി. പിന്നെ പാകിസ്ഥാനി വിയറിൽ എപ്പോഴും അങ്ങനത്തെ സ്ലീവാണ് കൂടുതൽ കാണാറ്. ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ ലൂസിൽ അങ്ങനെയൊക്കെ എടുക്കുന്ന സ്ലീവ് ഉണ്ടാവുമല്ലോ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കുമായിരിക്കും കേട്ടോ, അറിയത്തില്ല. പിന്നെ ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ 486 രൂപയാണ്. ഞാൻ വാങ്ങിയ സമയത്ത് 487 രൂപയാണ്. 1 രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ പ്രൈസിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വാങ്ങിക്കേണ്ടവർ എൻ്റെ അടുത്ത് ലിങ്ക് ചോദിച്ചാൽ മതി. പിന്നെ മീഷോയിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുകയാണെങ്കിൽ അങ്ങനെ മേടിക്കാം. അല്ലാത്ത പക്ഷം ഇങ്ങനെ ലിങ്ക് ചോദിച്ചാലോ അല്ലെങ്കിൽ എന്നോട് കോഡ് ചോദിച്ചാലോ ഒക്കെ ഞാൻ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. പിന്നെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡ്രസ്സ് എന്താണെന്ന് നോക്കാം. ഈ ഡ്രസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യിക്കട്ടോ. നെക്സ്റ്റ് ഡ്രസ്സ് ഞാൻ വലിയ പ്രതീക്ഷയിൽ വാങ്ങിയതാണ്, പക്ഷെ അത് എന്തുകൊണ്ടോ എനിക്ക് സ്യൂട്ട് ആവുന്നില്ല കേട്ടോ. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട്. ഇത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. നല്ല ലെങ്ത് ഉണ്ട്, ഫുൾ ലെങ്ത്തിൽ വരുന്നതാണ്. ഇതൊരു അനാർക്കലി സെറ്റാണ്. ഇത് ഞാൻ സ്മോൾ ആണ് എടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്കിപ്പോഴും ലൂസാണ് കേട്ടോ. ലൂസ് മാത്രമല്ല, അതൊരു എന്താ പറയുക, ഹെവി ആയിട്ട് കിടക്കുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് അല്ല ഉദ്ദേശിച്ചത്. ഇതൊരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ. കാണുമ്പോൾ ഒരു ഓഫ് വൈറ്റ് നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു ടൈപ്പ് ടോപ്പാണ് കേട്ടോ. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. പിന്നെ സ്ലീവ് ഒരു മിനി പഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. എൻഡിൽ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ എംബ്രോയിഡറി ആണ് കേട്ടോ. എംബ്രോയിഡറിയും അതിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗിൽറ്റും കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 514 രൂപയാണ്. പിന്നെ ഈ ഗിൽറ്റ്, ഞാൻ ഗിൽറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ഗിൽറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു ട്രാൻസ്പെറൻറ്റ് ഗിൽറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മിന്നി മറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഡ്രസ്സ് ഇടുമ്പോൾ. പക്ഷെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് എംബ്രോയിഡറി മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ ഒന്ന് ഗിൽറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഡ്രസ്സ് ഭയങ്കര ബാഡ് സ്മെല്ല് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു അടഞ്ഞ് പൊടി പിടിക്കുമ്പോൾ ഒരു അടഞ്ഞൊരു സ്മെല്ല് ഉണ്ടാവില്ല, അങ്ങനെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അത് ചിലപ്പോൾ വാഷ് ചെയ്താൽ പോവായിരിക്കും. പക്ഷെ ഇത് എനിക്ക് സ്യൂട്ട് ആവുന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിട്ടേൺ ചെയ്യും. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 514 രൂപയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ ആണ്. സ്മോൾ തൊട്ടിട്ട് XXL വരെയാണ് കേട്ടോ അതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സത്യം പറയുകയാണെങ്കിൽ ഇതൊരു അനാർക്കലി ടോപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ലെങ്ത്തിൽ ഇതുവരെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് ഫ്ലെയർഡ് ആയിട്ട് തോന്നിക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. ഞാനിത് വാങ്ങിയ സമയത്ത് 482 രൂപക്കാണ് കിട്ടിയത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. മൂന്നാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഇപ്പോൾ വന്നതിൽ വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ആണ്. ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ, മുന്നത്തെ വീഡിയോത്തെ അല്ല. ഇതിൻ്റെ പാർട്ട് 1 ഞാൻ വേറെ ഡ്രസ്സാണ് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ്. ഇതേ മെറ്റീരിയലിൽ ഞാൻ വേറൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. നല്ല ഭംഗിയുണ്ട്, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഡ്രസ്സ് വന്നിട്ട്. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഇത് വന്നിട്ട് ഒരു കോളർ നെക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഹാഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹാഫ് സ്ലീവ് ആണ്. അതിക്ക് എന്തെങ്കിലും സ്ലീവ്സ് ഇടേണ്ടവർ അങ്ങനെ ചൂസ് ചെയ്യുക. പിന്നെ സെൻറ്ററിൽ ഇതാ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അതാവുമ്പോൾ നമുക്ക് നല്ല സ്ലിം ആയിട്ട് ഇരിക്കണം എന്നുള്ളവർക്കൊക്കെ നല്ല സ്ലിം ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ അടിയിൽ ഇതാ ഫ്ലെയർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കണ്ടില്ലേ, ലാസ്റ്റ് ലെയർ ആയിട്ട് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഷർട്ടിൻ്റെ ഒക്കെ ഒരു ലൈക്ക് ഷർട്ട് പോലെയാണ് കൊടുത്തത്. ഇത്രയും നോക്കുകയാണെങ്കിൽ ഷർട്ട് പോലെയാണ് തോന്നുക. പിന്നെ ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ സൈസ് ആണ്. XS തൊട്ടിട്ട് XXL വരെ ഇത് സൈസ് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഇത് കാണുമ്പോൾ കോട്ടൺ പോലെ തോന്നിക്കുമെങ്കിലും ഇത് റയോൺ ആണ് മെറ്റീരിയൽ. എനിക്ക് ഇപ്പോൾ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് കേട്ടോ. റയോൺ മെറ്റീരിയലിൽ കോട്ടൺ റയോൺ ഒക്കെ ഒരു സെയിം ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ സ്ലീവ് വന്നിട്ട് പിക്ചറിൽ അങ്ങനെ തന്നെ ആയിരുന്നു തോന്നുന്നത്. സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആയിരുന്നു. ഇതിൽ സാധാ നോർമൽ സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 രൂപയാണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുള്ളത് 278 രൂപക്കാണ്. ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെറുതെ ചെക്ക് ചെയ്തപ്പോൾ 300 രൂപയാണ് കേട്ടോ പ്രൈസ്. ഇനി ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ്സ്, ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ്. ഇതാണ് കേട്ടോ. ഇതും ഒരു മിനി കോളർ, ഒരു എയർലൈൻ ഡ്രസ്സാണ് കേട്ടോ ഇത് വന്നിട്ട്. പക്ഷെ എയർലൈൻ ആണോ എന്ന് ചോദിച്ചാൽ ഒരു ഹാഫ് പോർഷൻ മിനി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ട് പിന്നീട് അടിയിലോട്ട് കുറച്ച് ഇത്തിരി ഫ്ലെയർഡ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ കണ്ടില്ലേ. പിന്നെ ഫുൾ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് അല്ല, ഇതൊക്കെ ഫുൾ അറ്റാച്ച്ഡ് ആണ്. ഈ ഫ്രണ്ടത്തെ 1-2 ബട്ടൺസ് മാത്രമേ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഫ്രണ്ടത്തെ 1-2 ബട്ടൺസ് മാത്രമേ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫീഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരു ബട്ടൺസ് കിട്ടാം. ഫീഡിങ്ങിന് യൂസ് ചെയ്യുന്നവർക്ക് ഇത് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നെക്ക് വന്നിട്ട് ഇതാ കോളർ നെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല ഇഷ്ടമായിട്ടോ, നല്ല ക്യൂട്ടായിട്ട് തോന്നിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പോർഷൻ. പിന്നെ പഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാ പഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഇല്ലല്ലോ. പിന്നെ ഇതിൻ്റെ കൂടെ ടൈ ചെയ്യാൻ ഇതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു ബെൽറ്റ് പോലെ നമുക്ക് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്ര തന്നെ. പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ബട്ടൺസിൻ്റെ എൻഡ് പോർഷനിൽ ഇതിവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലൈറ്റ് പിങ്ക് ഓർ റെഡ് പോലെ തോന്നും. അതായത് വൈറ്റിൽ ഇങ്ങനെ ലൈൻസ് ആയിട്ട് കൊടുത്തതാണ് മിനി. ഇത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവത്തുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. 438 രൂപയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വന്നിട്ട്. 452 രൂപയാണ്. 438 രൂപയാണ് ഞാൻ വാങ്ങിയപ്പോൾ. 452 രൂപക്കാണ് ഇപ്പോൾ നിലവിൽ കാണുന്നുള്ളത്.
പിന്നെ ഇതിന് വേറൊരു ഷെയ്ഡും കൂടി ഉണ്ട്, ബ്ലൂ കളർ. അതും നല്ല ഭംഗിയുണ്ട്. അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പൊ അത് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇത് തന്നെ ആയിരിക്കും ക്വാളിറ്റിയുടെ കാര്യത്തിലും ഡിസൈനിന്റെ കാര്യത്തിലും ഒക്കെ ഇത് തന്നെയായിരിക്കും സെയിം. അപ്പൊ കളർ ചേഞ്ച് ആയിട്ട് അത് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ മീഡിയം തൊട്ടിട്ട് XXL വരെയാണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം ആണ്. പിന്നെ ഇത് മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ. പിന്നെ ഇതിന് കൂടെ ഇപ്പൊ ഇങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ടെങ്കിലും വേറെ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ എന്റെ സെലക്ഷനെ കുറിച്ചിട്ടും ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോനെ. കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് ഏറ്റവും വലിയ വിലപ്പെട്ടത്. അപ്പൊ എന്തായാലും കമന്റ് ചെയ്യാം. ലിങ്ക് വേണമെങ്കിൽ അതും കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക. സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.